നിയമപരമായി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഉന്നത ഉദ്യോഗസ്ഥന്മാരെയാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. 2 ടീം അവർ രൂപീകരിച്ചിട്ടുണ്ട്. പിന്നെ ആ 2 ടീമും വെവ്വേറെ ചുമതലകളാണ് കൊടുത്തിട്ടുള്ളത്. അതിന്റെ വിശദാംശങ്ങൾ ഞാനിവിടെ പറയുന്നില്ല. അവർ വളരെ ഗൌരവത്തോടുകൂടി എടുത്ത് തന്നെ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇന്നലെയും വന്നു. ഇന്ന് SLCയുടെ മാത്സാ കെമിസ്ട്രിയാ കെമിസ്ട്രിയെ സംബന്ധിച്ചിടത്തോളമാണ് പരീക്ഷ. നാളെയാണ് പരീക്ഷ. നമുക്ക് നോക്കാം. അത് പിന്നെ വലിയ വാശിയോടുകൂടി പിന്നെ രാജാവ് വരുന്നു എന്നെല്ലാം പറഞ്ഞിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ്. അപ്പോൾ അതിന്റെ താഴെ കമന്റ്സുകൾ നോക്കിയാൽ നമ്മളെ കുട്ടികളെല്ലാം അങ്ങ് പിന്തുണച്ചേക്കുകയാണ്. ചില കമന്റ്സ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ നേതൃത്വം ഈ MS സൊല്യൂഷൻ നേതൃത്വം കൊടുക്കുന്ന അദ്ദേഹത്തിന്റെ തൊട്ടവന്റെ കൈവിട്ടു എന്നൊക്കെയാണ് പ്രതികരിച്ചിരിക്കുന്നത്. എല്ലാം അന്വേഷിക്കും, സകല കാര്യങ്ങളും അന്വേഷിക്കും. ഞങ്ങൾക്ക് കുറച്ച് വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട് 2 ദിവസമായിട്ട്. അതെല്ലാം അന്വേഷണ ഏജൻസി കൈമാറും. ഇതിലൊരു പ്രശ്നം ഞങ്ങൾ മനസ്സിലാക്കേണ്ടത് SSLCക്കാണ് എല്ലാം നല്ല സെക്യൂരിറ്റി. +1 ഉം +2 സെക്യൂരിറ്റി പ്രസിൽ കേരളത്തിന് പുറത്താണ് അടിക്കുന്നത്. ഇത് 1 മുതൽ മറ്റ് ക്ലാസ്സുകളിലെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ സാധാരണ പ്രസിലാണ് അടിക്കുന്നത്. പല ഘട്ടങ്ങളിലൂടെയാണ് ഇത് കുട്ടികളുടെ അടുത്തെത്തുന്നത്. അപ്പൊ അത് പിന്നെ SLCയുടെ ആണെങ്കിൽ അന്ന് രാവിലെ മാത്രമേ അരമണിക്കൂർ മുമ്പ് മാത്രമേ സ്കൂളുകളിൽ എത്തുകയുള്ളൂ. ആ സീല് പൊട്ടിക്കുകയുള്ളൂ. ഇതാ നടപടിക്രമമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് മുമ്പ് ഇതൊരു പിന്നെ കുട്ടികൾക്ക് പരീക്ഷ എഴുതുന്നതിന് വേണ്ടി പ്രാക്ടീസിന് വേണ്ടിയും കുട്ടികളെ പഠിക്കുന്നതിന് വേണ്ടിയും ഉണ്ടായതല്ലേ? അങ്ങനെയല്ല നമ്മളെല്ലാം പരീക്ഷ ഓണപരീക്ഷയും ക്രിസ്മസ് പരീക്ഷയും പിന്നെ മോഡപരീക്ഷയ്ക്ക് അങ്ങനെ തന്നെയായിരുന്നു. അതിനുശേഷമാണ് ഇത് ജില്ലാടിസ്ഥാനത്ത് ക്വസ്റ്റ്യൻ പേപ്പർ ആയത്. അതിനുശേഷമാണ് സംസ്ഥാന അടിസ്ഥാനത്തിൽ ഇത് ആയത്. അപ്പോൾ അത് സംസ്ഥാന അടിസ്ഥാനത്തിലായെങ്കിലും ഇത് ചോർന്നത് ഗൗരവമല്ലെന്ന് പറയുന്നില്ല. പക്ഷെ ഈ ചോർത്തി വീണ്ടും വീണ്ടും വെല്ലുവിളിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ വീണ്ടും പറയുന്ന ഈ പ്രതിസ്ഥാനത്ത് നിന്നിപ്പോ എല്ലാവരും പറയപ്പെടുന്ന വ്യക്തികൾ മനസ്സിലാക്കണം, അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു സമൂഹത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വെല്ലുവിളിയൊക്കെ ഒരു രാജ്യദ്രോഹത്തിന് തുല്യമാണ്. ആ കാര്യം അവർ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലത്. അല്ല, നമുക്ക് ഈ നിയമ നടപടിയും കോടതിയിൽ പോകലും അതിന്റെ മറ്റ് നടപടിക്രമങ്ങൾ കുറച്ച് സമയം എടുക്കാൻ വേണ്ടി വരുമല്ലോ. ആ സമയം പാലിച്ചില്ലെങ്കിൽ പിന്നെ അതും ബുദ്ധിമുട്ടായി വരുമല്ലോ.